എല്ലാവർക്കും നമസ്കാരം. എപ്പിസോഡ് 51 റിവ്യൂ ആണ്. എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു എപ്പിസോഡ് വരുന്നത്. പൊതുവേ മിക്ക എപ്പിസോഡുകളിലും വലിയ കോണ്ടന്റുകളൊന്നും ഇല്ലെങ്കിലും ഈ മത്സരാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിവൈരാഗ്യം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ഫീല് തോന്നാറുണ്ട്. ഇന്ന് അതിന് വിപരീതമായിട്ട് കുറച്ച് ഫണ്ണായിട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു എപ്പിസോഡായിട്ട് തോന്നി, ഈ ആദിലേൻ്റെ ചില പെരുമാറ്റങ്ങൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ. മാത്രമല്ല, മത്സരാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു അവരുടെ പെരുമാറ്റത്തിലൊരു നല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. എത്ര ദിവസത്തേക്കാണെന്ന് അറിഞ്ഞുകൂടാ. ഇന്ന് ഗസ്റ്റായിട്ട് വന്ന ആസിഫ് അലി ഉൾപ്പെടെ ഇവരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നിങ്ങൾ പല കാര്യങ്ങളും പേഴ്സണലായിട്ടാണ് എടുക്കുന്നത്. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ടാണോ എന്തോന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും എപ്പിസോഡിലേക്ക് വന്നാൽ തുടക്കം തന്നെ കാണിക്കുന്നത് ആര്യനും ജിസേലും കൂടെ ഇരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ ബിന്നിയും അഭിലാഷും കൂടെ ഇവരെ പറ്റിയിട്ട് പറയുകയാണ്. ബിന്നി പറയുന്നു ഈ വർഷത്തെ ലവ് കോംബോയാണ്, ലവ് ട്രാക്കാണ് അവരെന്ന്. അവരത് സമ്മതിച്ച് തന്നില്ലെങ്കിലും അവരുടെ പെരുമാറ്റത്തു നിന്നും ജസ്റ്റേഴ്സിൽ നിന്നൊക്കെ അത് മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല, പുറത്തുനിന്ന് വന്നവരുൾപ്പെടെ ഈ ജിസേലിൻ്റെ പ്രായത്തിനെയൊക്കെ പറ്റിയിട്ട് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ പുറത്തും ഇത്തരത്തിൽ സംസാരം ഉള്ളത് കൊണ്ടായിരിക്കാം എന്ന് ബിന്നി പറയുന്നുണ്ട്. ശരിയാണ്, ഈ ജിസേലിൻ്റെയും ആര്യൻ്റെയും പെരുമാറ്റം അത്തരത്തിലൊരു സംശയം ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നെവിൻ അടുക്കളയിൽ നിന്നിട്ട് ഇങ്ങനെ കത്തി മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനീഷ് നെവിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്താ ചെയ്യുന്നത്, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നു ഇപ്പം തൽക്കാലം സവാള അരിയാൻ വേണ്ടിയിട്ടാണ്, ചിലരുടെ നാവ് മുറിക്കേണ്ടി വന്നാലോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഷാനവാസിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കിനും അനീഷ് ചോദിക്കുന്നു ആ വിഷയം വിട്ടില്ല ഇതുവരെയെന്ന്. അപ്പോൾ നെവിൻ പറയുന്നു എന്നെ പറ്റി പറഞ്ഞൊരു കാര്യം, എന്നെ വ്യക്തിഗത ചെയ്തൊരു കാര്യം എനിക്ക് അങ്ങനെ വിടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അനീഷ് ചോദിക്കുന്നു അതിങ്ങനെ പിടിച്ചിരുന്നിട്ട് എന്താ ഗുണം എന്ന് ചോദിക്കുന്നു. ഈ നെവിൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നെവിൻ കൊണ്ട് നടക്കും തോറും നെവിന് തന്നെയാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നത്. കാരണം ഈ വിഷയം ചർച്ചയ്ക്കെടുത്താലും കൂടുതൽ പ്രശ്നമാവാൻ പോകുന്നതും നെവിനാണ്. കാരണം നെവിൻ അങ്ങനെ ഒരു പേഴ്സണൽ ബൗണ്ടറി കീപ്പ് ചെയ്യാതെ അങ്ങനെ പെരുമാറിയിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് നെവിൻ അത് മനസ്സിൽ നിന്ന് കളയായിരിക്കും തോന്നുന്നു നെവിന് നല്ലത്. അതിനുശേഷം കാണിക്കുന്നത് നോമിനേഷനാണ്. അപ്പം കഴിഞ്ഞ തവണ ഓപ്പൺ നോമിനേഷൻ ചെയ്ത ആൾക്കാർ ഇപ്രാവശ്യം കൺഫെഷൻ റൂമിൽ വന്നിട്ടും കഴിഞ്ഞ ആഴ്ച കൺഫെഷൻ റൂമിൽ വന്നിട്ട് നോമിനേറ്റ് ചെയ്ത ആൾക്കാർ ഇപ്രാവശ്യം ഓപ്പൺ നോമിനേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വിസ് ടാസ്കിലൂടെ അനീഷിനെ നോമിനേഷൻ ചെയ്യാനുള്ള അവകാശം തിരിച്ചു കിട്ടിയല്ലോ. അപ്പോൾ അനീഷിൻ്റെ അടുത്ത് ബിഗ് ബോസ് ചോദിക്കുന്നു അനീഷിന് ഏത് തരത്തിലുള്ള ഏത് തരത്തിലാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്, ഓപ്പൺ നോമിനേഷനാണോ അതോ കൺഫെഷൻ റൂമിൽ വന്നിട്ടാണോ എന്ന്. ഒരു സംശയവും കൂടാതെ അനീഷ് പറയുന്നു എനിക്ക് ഓപ്പൺ നോമിനേഷനാണ് വേണ്ടതെന്ന്. അതുപോലെ തന്നെ ക്യാപ്റ്റനായിട്ടുള്ള ഒന്നിയിലിനെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. നൂറയ്ക്ക് കിരീടം ടാസ്കിലൂടെ ലഭിച്ചിട്ടുള്ള പവറുകളായ നോമിനേഷൻ മുക്തിയും ഒരാളെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യാം എന്നുള്ളതും ഈ ആഴ്ചയും കൂടെ നിലനിൽക്കുമെന്ന് പറയുന്നു. അങ്ങനെ നൂറ് ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് അക്ബറിനെയാണ്. ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്നതും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കുന്നതും ഒക്കെ അക്ബറാണ്. അപ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അക്ബറിനെയാണ് നൂറ ഫസ്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത്. ഈ നോമിനേഷൻ പ്രോസസ്സിൽ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് അനീഷിൻ്റെയാണ്. അനീഷ് നോമിനേറ്റ് ചെയ്യുന്നത് ആദിലേനെയാണ്. പറയുന്ന റീസൺ ഷാനവാസിൻ്റെയും നെവിൻ്റെയും വിഷയത്തിൽ ആദ്യമായിട്ട് നെവിനെ താറടിച്ച് കാണിക്കുന്ന തരത്തിൽ വന്നൊരു അഭിപ്രായ പ്രകടനം നടത്തിയത് ആദിലയാണ്. അത് പിന്നെ നെവിൻ്റെ അടുത്ത് വളരെ മോശമായിട്ടാണ് അത്തരത്തിൽ ഒരു അഭിപ്രായം നടത്തിയതെന്നൊക്കെ ഉള്ളൊരു തരത്തിലാണ്. പക്ഷെ അതിലൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ആദിലേനെ നോമിനേറ്റ് ചെയ്തത് ശരി, പക്ഷേ അതേപോലെ തന്നെ അനീഷ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യേണ്ടതായിരുന്നു. കാരണം അനീഷ് പറഞ്ഞ ഒരു പോയിന്റിനോട് എനിക്കൊരു ചെറിയ യോജിപ്പുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൻ്റെ പേരിൽ അനീഷ് പറഞ്ഞത് ഷാനവാസ് എൻ്റെ സുഹൃത്താണ്, അതുകൊണ്ട് തന്നെ ഷാനവാസിനൊരു ദുരനുഭവം ഉണ്ടായി എന്ന് പറയുന്നതിനെ ഞാൻ വിശ്വസിക്കുന്നു, ഷാനവാസിൻ്റെ കൂടെ നിൽക്കുന്നു. എന്നാൽ ഷാനവാസിൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഷാനവാസിനെ ആദ്യം തള്ളി പറയുന്നത് ഞാനായിരിക്കും എന്ന് പറയുന്നു. പക്ഷെ അതിലൊരു പ്രശ്നം, ഷാനവാസ് എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് അവിടെ നിർത്തുകയല്ല ചെയ്തത്. ഈ അനീഷിൻ്റെ മുന്നിലിരുന്ന് തന്നെ പലതവണ നെവിനോട് പറയാൻ പാടില്ലാത്ത തരത്തിൽ പല വാക്കുകളും നെവിനെതിരെ ഷാനവാസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആരുടെയും ഇതിനു മുമ്പൊക്കെ അനീഷ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത് ആരുടെയും മുഖം നോക്കാതെ ആരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരു പരാമർശമൊക്കെ വന്നാലും അനീഷ് അവർക്കെതിരെ സംസാരിക്കാറുണ്ട്. ആ അനീഷ് ഷാനവാസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും വളരെ മോശമായിട്ടുള്ള പല വാക്കുകളും വന്ന സമയത്തും ഷാനവാസിനെതിരെ സംസാരിച്ചില്ലെന്ന് മാത്രമല്ല, ഇന്ന് നോമിനേറ്റ് ചെയ്ത സമയത്ത് പോലും ആദിലേനെ മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു കുറ്റക്കാരിയായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ ആൾക്കാരും ഇപ്പോൾ ആര്യൻ വന്നിട്ട് അതിനെതിരെ സംസാരിക്കുന്നുണ്ട്. അക്ബർ അനീഷിനെ നോമിനേറ്റ് ചെയ്യുമ്പോഴും ഈ ഒരു വിഷയമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും സൗഹൃദം ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ സീസണിൽ വളരെ കുറവ് ആയിട്ടാണ് ഈ പോസിറ്റീവായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് കിട്ടുന്നത്. അതിലൊന്ന് ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും സൗഹൃദം ആണ് എന്നുള്ളതും ശരിയാണ്. പക്ഷേ അത് അനീഷിന് ദോഷമാണ് ചെയ്യുക. കാരണം അനീഷിൻ്റെ ഈ മുഖം നോക്കാതെ അഭിപ്രായം
അഭിപ്രായം പറയും എന്നുള്ളൊരു കാര്യത്തിനെ പുറകോട്ട് വലിക്കുന്നതായിരിക്കും ഈ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതാണ്. അതായത് അനീഷിൻ്റെ ഗെയിമിനെ പുറകോട്ട് വലിക്കാനേ ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് സാധിക്കൂ എന്നുള്ളതാണ്. അനീഷ് പറയുന്നത് പോലെ ഒരു കൈയകലം വെച്ചിട്ട് സംസാരിക്കുകയായിരിക്കും എപ്പോഴും നല്ലത്. അതേപോലെ ആര്യൻ പറഞ്ഞൊരു ഒരു പൊട്ടത്തരം എനിക്ക് തോന്നിയത്, അനീഷിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഇങ്ങനെ ഒറ്റയാണെന്ന് ഇനി വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ശരി എന്ന് വയ്ക്കാം. അടുത്തത് ഈ അനീഷും ഷാനവാസും ഫസ്റ്റ് ഡേ മുതൽ ഫ്രണ്ട്സ് ആയില്ല. അവർ ഈ 9 ദിവസം കഴിഞ്ഞതിന് ശേഷം ചില ഹിൻറ്റ് കിട്ടിയതിന് ശേഷമാണ് പിന്നെ ഇത്തരത്തിലൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പോയതെന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ മുതലേ എന്തുകൊണ്ട് ഇവർ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായില്ല എന്നൊക്കെ ചോദിക്കുന്നത് എന്ത് ലോജിക്ക് വെച്ചിട്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അതേപോലെ തന്നെ അഭിലാഷ് ആര്യനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യം, ജിസേലിൻ്റെ തുണി അലക്കി കൊടുക്കുക. ജിസേലിന് കൊടുത്തിട്ടുള്ള ഇപ്പോൾ വെസൽ ടീമിലായാലും ബാത്റൂം ക്ലീൻ ചെയ്യുന്ന സെക്ഷനിലായാലും ഒക്കെ ജിസേലിൻ്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നത് ആര്യനാണ്. അങ്ങനെ ജിസേലിൻ്റെ ഒരു അടിമയായിട്ടാണ് ആര്യൻ അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആര്യൻ്റെ ഇത്തരത്തിലുള്ള ഒരു കാര്യം കൂടെ അഭിലാഷ് ഈ നോമിനേഷൻ്റെ സമയത്ത് അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് ബിഗ് ബോസ് വീട്ടുകാർക്ക് ഒരു ടാസ്ക് കൊടുക്കുകയാണ്, സിനിമാ കഥ. അതായത് മിറാഷ് എന്ന മൂവീൻ്റെ ട്രെയിലർ ഇവരെ കാണിച്ചു കൊടുക്കുന്നു. അതിൽ 5 പേരടങ്ങുന്ന 3 ടീമായിട്ട് തിരിഞ്ഞതിന് ശേഷം ഈ ട്രെയിലർ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റോറി ലൈൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിൽ ആദ്യത്തെ ടീം എ ആര്യൻ, ജിസേല്, ഷാനവാസ്, അനീഷ്, ജിഷിൻ. ടീം ബി അക്ബർ, നെവിൻ, ലക്ഷ്മി, ബിന്നി, ഒണിയൽ. ടീം സി സാബുമാൻ, അനുമോൾ, ആദില, നൂറ, അഭിലാഷ്. അങ്ങനെ ഇവരിതിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാട്ട് കേൾക്കുന്നു. അപ്പോൾ ജീത്തു ജോസഫും ആസിഫ് അലിയും അപർണയും അർജുനും കൂടെ വരുന്നു. അപ്പോൾ ആസിഫ് അലി വന്ന പാടെ തന്നെ അനീഷിൻ്റെ അടുത്ത് കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു എന്ന് പറയുന്ന ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗും പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ആസിഫ് അലി ഇവിടെ പറയുന്നുണ്ട്, നിങ്ങളിവിടെ പറയുന്ന പല കാര്യങ്ങളും പുറത്ത് വലിയ ട്രെൻഡിങ് ആണ്, പക്ഷേ നിങ്ങൾ പലതും പേഴ്സണലാണ്, മിക്ക കാര്യങ്ങളും പേഴ്സണലായിട്ടാണ് എടുക്കുന്നതെന്നും ഇവർക്കൊരു ചെറിയ ഹിൻഡ് കൊടുക്കുന്നുണ്ട്. ആസിഫ് അലി പറയുന്നു, നിങ്ങളോടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും പറയരുത് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞു വിട്ടിരിക്കുന്നതെന്ന് പറയുന്നു. അതിനുശേഷം ഇവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടല്ലോ, അത് ഓരോ ടീമായിട്ട് വന്നിട്ട് ഇവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിലേറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്ത ആൾക്കാരെ തിരഞ്ഞെടുക്കാനായിട്ട് ബിഗ് ബോസ് ഇവരോട് പറയുന്നു. അങ്ങനെ ഇവർ ഈ ജീത്തു ജോസഫും ആസിഫ് അലിയും അപർണയും അർജുനൊക്കെ കൂടെ തിരഞ്ഞെടുക്കുന്നത് ടീം എയിനെയാണ്. അതായത് ആര്യനും ജിസേലും ഷാനവാസും അനീഷും ജിഷിനും കൂടെയുള്ള ആ ടീം. അങ്ങനെ ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്, ചോക്ലേറ്റ് ആണ് കൊടുക്കുന്നത്. പിന്നീട് സിനിമേൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ചോദ്യങ്ങളും ഒക്കെ ചോദിച്ചതിനൊക്കെ ശേഷം ഈ 4 പേരും തിരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഈ ആദില അനീഷിനെ ഇരുന്ന് ചൊറിയുന്നതാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ എന്തോ ഒരു ആത്മബന്ധമുണ്ട്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരേ ടീമിൽ തന്നെ വരുമോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദില അനീഷിനെ, ഇതെന്താണെന്നറിയോ, ഇതൊരു അതിര് കിടക്കുന്നുണ്ട്. പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷനാണ് തോന്നാറ്. അതൊരു ടോം ആൻഡ് ജെറി കോംബോ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ആദില ശരിക്കും ഈ ഒരുതരം പക പോക്കുന്നത് പോലെയും വൈരാഗ്യം തീർക്കുന്നത് പോലെയൊക്കെയാണ് അനീഷിൻ്റെ അടുത്ത് പല സമയത്തും പെരുമാറുന്നത്. ഇപ്പോൾ ഈ എപ്പിസോഡിൻ്റെ അവസാനം തന്നെ അനീഷിൻ്റെ മുഖത്ത് പോയിട്ട് ക്രീം തേക്കുന്നു, അതുപോലെ തന്നെ അക്ബറിൻ്റെയും ജിഷിൻ്റെ ഒക്കെ ദേഹത്ത് പോയിട്ട് തേക്കുന്നുണ്ട്. ഇതെങ്ങാനും ആദിലേൻ്റെ അടുത്താണ് ആരെങ്കിലും ചെയ്തതെന്നുണ്ടെങ്കിൽ ആദില ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുന്നത്? ആദിലയ്ക്ക് ആരെയും എന്തും ചെയ്യാം. ഇപ്പം കഴിഞ്ഞ ആഴ്ചയിലാണെന്ന് തോന്നുന്നു ഇതേപോലെ തന്നെ ഈ പാത്രം കഴുകുന്ന ടീമിൽ ഇവർ ഒരുമിച്ചായിരുന്നല്ലോ, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ചയാണെന്ന് തോന്നുന്നു. അപ്പോഴും ആദിലേൻ്റെ അടുത്ത് വന്ന് അനീഷ് പാത്രം കഴുകാൻ പറയുന്ന സമയത്ത് ആദില അവിടെ ജോലിയൊന്നും ചെയ്യത്തില്ല. അന്ന് ആ ടീമിലുണ്ടായിരുന്ന അനുമോൾ തന്നെ പറയുന്നു ആദില മടിച്ചാണ്, ആദില ഒരു പണിയും ചെയ്യത്തില്ല. കാരണം അന്ന് ഈ ആദിലേൻ്റെ ചെയ്യേണ്ട ഡ്യൂട്ടിയും കൂടെ ചെയ്തുകൊണ്ടിരുന്നത് അനുമോളാണ്. അപ്പോൾ നീ ഡ്യൂട്ടിയൊന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അനീഷും അതിലേയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനീഷിനെ ചുമ്മാ ചെന്നിട്ട് ഇങ്ങനെ ഓവറായിട്ട് തന്നെ ചൊറിഞ്ഞും ഇറിറ്റേറ്റ് ചെയ്തുമൊക്കെ അതിലിരിക്കുന്നുണ്ട്. പിന്നീട് ഈ അനീഷാണ് ഈ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ അനീഷ് ഇങ്ങനെ മീറ്റിംഗ് വിളിച്ച് അനീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിച്ച് അനീഷിനെ സംസാരിക്കാൻ സമ്മതിക്കാതെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അനീഷ് അവിടെ പറയുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ ആദിലയും ജിഷിനും പാത്രം കഴുകുക, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് അനീഷും ജിസേലും കൂടെ പാത്രം കഴുകും, വൈകുന്നേരം എല്ലാവരും കൂടെ പാത്രം കഴുകുക. അത് ഓൾട്ടർനേറ്റീവായിട്ട്, ഇപ്പം രാവിലെ കഴുകുന്ന ആൾക്കാർ പിറ്റേ ദിവസം ഉച്ചയ്ക്ക്. അത് ജിഷിനും ആദിലയ്ക്കും പറ്റത്തില്ല. ആദില പറയുന്നു ഞങ്ങൾ രാവിലെ മാത്രമേ പാത്രം കഴുകുള്ളൂ എന്ന്. അപ്പോൾ അനീഷ് പറയുന്നൊരു വിഷയം, ഉച്ചയ്ക്കാണ് അവിടെ പാത്രം കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ ഇവർ രാവിലെ ആണെങ്കിൽ പാത്രം വളരെ കുറവുമായിരിക്കും. അപ്പോൾ രാവിലത്തെ പാത്രം കഴുകുന്ന ആൾക്കാർക്ക് ഈ ഡ്യൂട്ടി ഭയങ്കര ഈസി ആവുകയും ഉച്ചയ്ക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ഹെവി ആയിട്ട് അവർ മാത്രം എല്ലാ ദിവസവും ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്യുമ്പോൾ അത് ഈക്വലായിട്ട് ആ ഡ്യൂട്ടീസ് അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോവുകയും ചെയ്യും. അത് ആദിലയ്ക്കും പറ്റത്തില്ല, ജിഷിനും പറ്റത്തില്ല. മാത്രമല്ല നോൺ വെജ് ഉണ്ടാക്കുന്ന ദിവസം ജിസയിലും
ജിഷിനും പാത്രങ്ങൾ കഴുകത്തുമില്ല. അപ്പോൾ അത് അനീഷ് അവിടെ സമ്മതിച്ചു കൊടുക്കുകയാണ്. അനീഷ് പറയുന്നുണ്ട് അത് കുഴപ്പമില്ല, ഞാൻ തന്നെ അതിന് കഴുകിക്കോളാം, നിങ്ങൾ നോൺ വെജ് ഉണ്ടാക്കുന്ന ദിവസം പാത്രം കഴുകാൻ വരണ്ട. പക്ഷേ ഇന്നലത്തെ ദിവസത്തെ ഒരു കാര്യം, ഈ ടീം ഡിവൈഡ് ചെയ്തത് തന്നെ ഉച്ചയ്ക്കാണ്. അപ്പോൾ ഉച്ച സമയത്ത് ഒരുപാട് പാത്രങ്ങളുമുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നു ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉച്ചയ്ക്ക് എല്ലാവരും ഈക്വലായിട്ട് തന്നെ പാത്രം കഴുകണം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജിസേലും അനീഷുമാണ് ഉച്ചയ്ക്ക് പാത്രം കഴുകാനായിട്ട് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്കാണ് ഈ ടീമിനെ ഡിവൈഡ് ചെയ്തത് തന്നെ. അപ്പോൾ ഇവർ മാത്രമായിട്ട് എക്സ്ട്രാ പണി എടുക്കുന്നത് പോലൊരവസ്ഥ വരും. അപ്പോൾ 4 പേരും ഈ പാത്രം കഴുകുന്ന ഡ്യൂട്ടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് ജിഷിനും പറ്റത്തില്ല, ആദിലയ്ക്കും പറ്റത്തില്ല. അത് അനീഷ് പോയിട്ട് ഒണീലിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഒണീലും പറയുന്നുണ്ട് പിന്നെ അത് ശരിയല്ലല്ലോ, അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്യുന്നതല്ലേ അതിൻ്റെ ശരി. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം എല്ലാവരും കൂടെ പാത്രം കഴുകണം, കാരണം ഒരുപാട് പാത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒണിയിലും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അനീഷും ജിസേലും കൂടെ പാട്ടൊക്കെ പാടിയിട്ട് അവരുടെ ഭാഗം പാത്രം ക്ലിയർ ആയിട്ട് വയ്ക്കുന്നുണ്ട്. അവരുടെ ഭാഗം എന്നല്ല, ഓൾമോസ്റ്റ് 3/4 ഭാഗം പാത്രം അവർ രണ്ടുപേരും കൂടെ അവിടെ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ആദിലേനെ പോയി വിളിക്കുന്ന സമയത്ത് ആദില അവിടെ നനങ്ങാൻ പോകുന്നില്ല, ആദില ചെയ്യത്തുമില്ല എന്ന് പറഞ്ഞാൽ ആദില അവിടെ കിടപ്പുണ്ട്. ജിഷിൻ്റെ അടുത്ത് പോയിട്ട് ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് ജിഷിൻ പറയുന്നത് നിങ്ങൾ പറയുന്നതിൽ എന്നെ ആയൊന്നുമില്ല, അങ്ങനെയൊന്നും കഴുകാൻ പറ്റത്തൊന്നുമില്ല, നിങ്ങൾ തന്നെ പാത്രം കഴുകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ അക്ബറും ഒണിയിലും കൂടെ വന്നു സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് ഒരു കൺസിഡറേഷനും ഇല്ല, നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും അംഗീകരിച്ചു തരാൻ പറ്റില്ല. കാരണം ജിഷൻ ഇവിടെ പല സമയത്തും ഭയങ്കര പിടിവാശി കാണിച്ചിരിക്കുന്നത് പോലുള്ള ഒരവസ്ഥയുണ്ട് ശരിക്കും. അപ്പോൾ അനീഷ് ഒണിയിലിൻ്റെ അടുത്ത് പറയുന്നു ജിഷിന് ഈ നോൺ വെജ് ഉണ്ടാക്കുന്ന ദിവസം പാത്രം കഴുകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അതും സമ്മതിച്ചു. ഇത് ഈ ജിഷിൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മളത് അനുവദിച്ചു കൊടുക്കുമ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്രയും കൂടുതൽ പാത്രം വന്നപ്പോൾ അത് ഈക്വലായിട്ട് നിന്ന് ജോലി എടുക്കുക എന്ന് പറയുമ്പോൾ അത് ജിഷിനും അംഗീകരിക്കാൻ പറ്റത്തില്ല, ആദിലയ്ക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. അവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇവർ രണ്ടുപേരും വേറെ ഏതെങ്കിലും ടീമിലേക്ക് എടുത്തോളൂ എന്ന് അനീഷ് പറയുന്നു. അപ്പോൾ ഒണിയിൽ പറയുന്നു അങ്ങനെ പറ്റത്തില്ലല്ലോ, അവരുടെ ജോലി എന്തായാലും കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ ഒണിയിൽ പറയുന്നു ഇന്ന് രാത്രി നോൺ വെജ് ആണ് കുക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു, അങ്ങനെയാണെങ്കിൽ ജിഷിൻ പാത്രം കഴുകത്തില്ലല്ലോ, അപ്പം ജിഷിൻ ഇന്ന് ഉച്ചയ്ക്ക് പോയിട്ട് പാത്രം മുഴുവൻ കഴുകണമെന്ന് പറയുന്നു. അപ്പോഴേക്കും ഓൾമോസ്റ്റ് അവർ 3/4 ഭാഗവും അനീഷും ജിസേലും കൂടെ കഴുകി വെച്ചു. എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് വഴക്കൊക്കെ പറഞ്ഞ് അതിലൊരു മോശം വാക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ ജിഷിൻ. അത് ലൈവിലാണ് കാണിച്ചിരിക്കുന്നത്, എപ്പിസോഡിൽ അതില്ല. അപ്പോൾ അങ്ങനെ കഴുകി വെക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അക്ബറും അനീഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് വ്യക്തിവൈരാഗ്യം തീർക്കാനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജിഷിൻ അങ്ങനെ ഒരു ഷോ അവിടെ ഇറക്കുന്നു. പിന്നീടാണ് ഈ BB അവാർഡ് ഷോ കാണിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ ഈ പെരുമാറ്റമൊക്കെ കൂടെ വെച്ചിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അവാർഡ് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് വീട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അഭിലാഷും നൂറയും കൂടിയാണ് ഓരോരുത്തർക്കും ഈ അവാർഡ് കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ പേര് തിരിച്ചറിയാൻ പോകുന്ന വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ നെവിൻ എന്നുള്ളതാണ് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ ആരും മൈൻഡ് ചെയ്യാൻ സാധ്യതയില്ലാത്ത വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് ലക്ഷ്മിയാണ് എന്ന് പറയുന്നു. അങ്ങനെ ലക്ഷ്മിക്ക് ആ അവാർഡ് കൊടുക്കുന്നു. ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം കിട്ടാൻ പോകുന്ന വ്യക്തി അനിമോളാണ് എന്ന് പറയുന്നു. അതേപോലെ ആരും ഉദ്ഘാടനത്തിന് വിളിക്കാൻ സാധ്യതയില്ലാത്ത വ്യക്തികൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അനീഷ്, ഷാനവാസ്, അക്ബർ, ഇവർ 3 പേരെയാണ് എല്ലാവരും കൂടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പുറത്തിറങ്ങുമ്പോൾ ചൂലുമായി വരവേൽക്കാൻ സാധ്യതയുള്ള വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മിക്കാണ് അവാർഡ് കൊടുക്കുന്നത്. പുറത്തിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ പ്രൊപ്പോസലുകൾ കിട്ടുന്നത് ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ അത് സാബുമാൻ ആണെന്ന് പറയുന്നു. പുറത്തിറങ്ങിയാൽ തലയിൽ മുണ്ടിട്ട് നടക്കാൻ സാധ്യതയുള്ള വ്യക്തി ഷാനവാസാണ്. അപ്പോൾ ഷാനവാസിനാണ് അവാർഡ് കൊടുക്കുന്നത്. BB ട്രെയിനിങ് സെൻറ്റർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ BB ട്രെയിനിങ് സെൻറ്റർ തുടങ്ങാൻ സാധ്യതയുള്ള വ്യക്തി അനീഷാണ് എന്ന് പറയുന്നു. പുറത്തിറങ്ങിയാൽ ഫാഷൻ ഐക്കണായിട്ട് മാറാൻ സാധ്യതയുള്ള വ്യക്തി ജിസേലാണ്. ക്രിയേറ്റർ ഓഫ് മാസ് ഡയലോഗ് ഷാനവാസ്. പുറത്തിറങ്ങിയാൽ ഒരു ലോൺ പോലും കിട്ടാത്ത വ്യക്തി ആരാണെന്നുള്ളത് ജിഷിനാണ് പറയുന്നത്. അപ്പോൾ ജിഷിനാണ് അവാർഡ് കൊടുക്കുന്നത്. അതേപോലെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കിഡ്നാപ്പ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള വ്യക്തി അനിമോളാണ് എന്ന് പറയുന്നു. അങ്ങനെ അനിമോൾക്ക് ആ അവാർഡ് കൊടുക്കുന്നു. ഗേറ്റിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ ദിവസം ഗേറ്റിന് പുറത്ത് ആരാധക വൃന്ദത്താൽ ചുറ്റപ്പെടാൻ സാധ്യതയുള്ള വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ അനീഷാണ് എന്ന് പറയുന്നു. ഒരു അവാർഡും കിട്ടാൻ സാധ്യതയില്ലാത്ത വ്യക്തികൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒണിയിലും ബിന്നിയും ആര്യനും ആദിലേനെയും പറയുന്നു. അടുത്ത മലയാളം ബിഗ് ബോസിൽ ക്രിയേറ്റീവ് ഹെഡായിട്ട് ആരെ തിരഞ്ഞെടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ഒണീലിനാണ് ആ അവാർഡ് കൊടുക്കുന്നത്. പുറത്തിറങ്ങിയാൽ മഞ്ഞപ്പത്രം തുടങ്ങാൻ സാധ്യതയുള്ള ആൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അക്ബറിനാണ് ആ അവാർഡ് കിട്ടുന്നത്. അങ്ങനെ അവാർഡ് ഷോയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒണിയിലും നമ്മുടെ സാബുമാനും അഭിലാഷും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. വിഷയം ആര്യനും ജിസേലുമാണ്. അപ്പോൾ അഭിലാഷ് പറയുന്നു ഈ ആര്യനും ജിസേലും ഭയങ്കര ഒട്ടലാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ അവൾ പോകണം അല്ലെങ്കിൽ അവൻ പോകണം. അപ്പോൾ അവൻ ഇവിടെ കുറച്ചൊക്കെ
കോണ്ടന്റുകൾ കൊടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പം അവൾ പോകണം എന്നുള്ളതാണ് അഭിലാഷിൻ്റെയൊക്കെ ഒരു ആഗ്രഹം. അപ്പോൾ അഭിലാഷ് പറയുന്നത് അവൾക്ക് കക്കൂസ് കഴുകി കൊടുക്കാൻ പറയുമ്പോഴത്തേനും കക്കൂസ് കഴുകി കൊടുക്കുന്നു, അവളുടെ പ്ലേറ്റ് കഴുകാൻ പറ്റാത്തതിന് പ്ലേറ്റ് കഴുകി കൊടുക്കുന്നു, അവളുടെ തുണി അലക്കി കൊടുക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ജിസേലിൻ്റെ അടിമയായിട്ടാണ് ആര്യൻ അവിടെ നിൽക്കുന്നതെന്നുള്ളതാണ് അഭിലാഷ് പറയുന്നത്. അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. കാരണം അത് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അഭിലാഷ് പറഞ്ഞിട്ടല്ല, പലതവണ ലൈവിലും എപ്പിസോഡിലും ഒക്കെ അത് കാണിച്ചിട്ടുള്ളതാണ്. ജിസേലിൻ്റെ പാത്രങ്ങളും ജിസേൽ ചെയ്യേണ്ട ഡ്യൂട്ടിയൊക്കെ ആര്യൻ തന്നെയാണ് ചെയ്യുന്നത്. ജിസേലിൻ്റെ തുണിയും അലക്കി കൊടുക്കുന്നത് ആര്യൻ തന്നെയാണ്. അപ്പോൾ ആര്യനെ നോമിനേറ്റ് ചെയ്തപ്പോഴും അഭിലാഷ് ഈ റീസൺ തന്നെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അഭിലാഷ് പറയുന്നു ഇനി നേരിട്ടുള്ള കളിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. അതിനുശേഷമാണ് ഈ ആദിലേൻ്റെ എന്താണ് അതിന് പറയേണ്ട ഒരുമാതിരി പരിപാടി കാണിക്കുന്നത്. അനീഷിൻ്റെ ദേഹത്ത് പോയിട്ട് ക്രീം തേക്കുന്നു. വെളുപ്പിനെയാണ് 1-2 മണിയൊക്കെ ആയ സമയത്താണ് അനീഷിൻ്റെ ദേഹത്ത് ക്രീം തേക്കുന്നു. അതേപോലെ അക്ബറിൻ്റെ ദേഹത്തും ജിഷിൻ്റെ ദേഹത്തും ഒക്കെ പോയിട്ട് ക്രീം തേച്ചുള്ള ഒരു കാര്യം ചെയ്യുന്നത്. ഈ വീക്കെൻഡിലെങ്കിലും ആദിലേൻ്റെ ഇത്തരത്തിലുള്ളൊരു പെരുമാറ്റത്തിനെയൊക്കെ പറ്റിയിട്ടൊന്നും ചോദിക്കണം എന്നുള്ളതാണ്. പിന്നീട് കാണിക്കുന്നത് ബിന്നി, കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള ബിന്നി ഈ 2 കവർ പാല് കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വയ്ക്കുന്നതാണ്. അപ്പോൾ ബിന്നി പറയുന്ന ഒരു കിച്ചൺ ക്യാപ്റ്റൻ്റെ അവസ്ഥ ഇതാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്.